നല്ലതാ. പിശാച് പറയും കൊള്ളാം. നമ്മളത് തൃപ്തിപ്പെടുക. ഒരു ദിവസം 2 അധ്യായം വായിച്ചു. നമ്മൾ ചിന്തിക്കുക, കൊള്ളാം, ഇന്ന് ഞാൻ 2 അധ്യായം വായിച്ചു. 3-ാമത്തെ വായിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, അടുത്ത മിനിറ്റിലേക്ക് പോകാൻ പിശാച് സമ്മതിക്കും. നമ്മൾ തൃപ്തിപ്പെടുക. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്കാണ് സ്വർഗരാജ്യമുള്ളത്. അല്ലെ? പ്രൈസലോ. എത്ര ആത്മാവിൽ എത്ര കിട്ടിയാലും മതിവരാത്ത രീതിയിൽ നമ്മൾ പിന്നെയും ത്യാഗിച്ചുകൊണ്ടിരിക്കണം. അതാ പരിശുദ്ധാത്മ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം പിന്നെ നമുക്കത് കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ശിഷ്യന്മാര് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചു തരാനല്ല പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനാണ്. ഹല്ലേലൂയ. ഇതെല്ലാം അല്ലെ, 10 സെന്റ് ഉണ്ട്, അതിനൊന്ന് വിശാലമാക്കാൻ 21 ദിവസം ഇരിക്കുക. ബാങ്കിൽ 10,000 കിടപ്പുണ്ട്, 11,000 ആകാൻ വേണ്ടി ഇരിക്കുക. അത് വർദ്ധിക്കുക. എന്റെ പ്രിയരെ, നമ്മുടെ ദർശനം മാറിപ്പോകരുത്, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത്. പിശാച് വേറെ പലതിലേക്ക് നമ്മളെ റൂട്ട് തിരിച്ചു വിടും. ഹല്ലേലൂയ. ഈ സ്വതന്ത്രം ഒന്നുകിൽ എന്നെ ഒരു ദൈവാസം പഠിപ്പിച്ചതാ. ഈ മുളവന ബിജു എന്ന് പറയുന്ന ഒരു ദൈവാസം. മുളവന ബിജു, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഞാൻ രക്ഷിക്കപ്പെട്ടു. ബിജു തോമസ് അദ്ദേഹം പറഞ്ഞത് പോലെ, ഒന്നുകിൽ പിശാച് നിന്റെ വിശുദ്ധിയെ തകർക്കും, ഇല്ലെങ്കിൽ നിന്നെ അതിവിശുദ്ധനാക്കി മാറ്റും. എന്റെ കൂടെ ഉണ്ടോ? മാത്രം ഒന്നുകിൽ നിന്റെ വിശുദ്ധിയെ തകർക്കും, ഇല്ലെങ്കിൽ നിന്നെ അതിവിശുദ്ധനാക്കി മാറ്റും. ഇത് രണ്ടും അപകടമാണ്. ഇത് രണ്ടും അപകടമാണ്. ആത്മക്ഷേത്രം കൊടുക്കുന്നത് ഞാൻ വിശുദ്ധനാ, അത് അപകടം. ഒരു കൂട്ടായ്മയ്ക്ക് പോകത്തില്ല, ഞാൻ വിശുദ്ധനാ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രം നമ്മൾ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ഒന്നുകിൽ നിന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, അല്ല എങ്കിൽ 1 മണിക്കൂർ പ്രാർത്ഥിപ്പിച്ച് നിന്നെ തൃപ്തനാക്കും. ഹല്ലേലൂയ. ഒന്നുകിൽ നിന്റെ വിശ്വാസം തകർത്ത് കളയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ ദൈവം പിശാചിനെ ഇത് രണ്ടും നമുക്ക് തകർച്ചയാണ്, നാശമാണ്. കണ്ടോ പ്രിയരെ? വേഗം മുന്നോട്ട് പോവുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം, എന്നിട്ട് ലോകത്തെ ജയിക്കണം. ഇനി 2 ഗലാത്യ ലേഖനം 6-ാം അധ്യായം പെട്ടെന്ന്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം ഇച്ഛിക്കുമെന്നും അത് വായിച്ചേ. ജനാഭിലാഷം ആത്മാവിനാശം ജനത്തിന് വിരോധമാകുന്നു. നാം ഇച്ഛിക്കുന്നത് ചെയ്യാതെ വന്ന ഇവർ തമ്മിൽ, ഞാൻ പറയാൻ പ്രിയരെ, സ്വതന്ത്രം ഇറാഖും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമല്ല വലിയ യുദ്ധം, ജഡവും ആത്മാവിനുള്ള യുദ്ധം. വെളിയിട്ടുണ്ട് പറഞ്ഞ കാര്യം. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിലാഷം എന്തുവാ? 29 ജഡത്തിന്റെ അഭിലാഷം എന്തുവാ? 19-ാമത്തെ വാക്യത്തിലുണ്ട്. 14 കൂട്ടം കാര്യങ്ങളുണ്ട് ജഡാഭിലാഷം. ജഡത്തിന്റെ ചിന്ത, ദുർനടപ്പ്, അശുദ്ധി, ആവിചാരം, പക, പിണക്കം, ജാഗ്രത, ക്രോധം, ശാഠ്യം, നൊന്തവശം, ഭിന്നത, അസൂയ, മദ്യപാനം, ഉപരിക്കൂത്ത്. 14 കൂട്ടം കാര്യങ്ങളാണ് ജഡത്തിന്റെ ആഗ്രഹം. എപ്പോഴും ജഡം അത് ചെയ്യാനായിട്ട് ഇച്ഛിച്ചുകൊണ്ടിരിക്കും. ഇനി ആത്മാവിന്റെ അഭിലാഷം എന്തുവാ? 22-ാമത്തെ വാക്യമല്ല, അത് ആത്മാവിന്റെ ഫലങ്ങളാണ്. ജഡത്തിന്റെ അഭിലാഷം 42-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിച്ച് ഗോരമന്ത്രന്മാർ പറയുന്നു, ആത്മാവിന്റെ അഭിലാഷം മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവം എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തോട് ജീവനുള്ള ദൈവത്തിനായി തന്നെ. അടുത്തത് ചോദിക്കണം, ഞാൻ എപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ ഇടയാകും? ഇതാണ് ആത്മാവിന്റെ അഭിലാഷം. ജഡത്തെ ജയിക്കണം. എബ്രായ 12:4 പറയുന്നു, പാപത്തോട് പോരാടണം. പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോ പാപത്തോട് പോരാടും. പാപത്തെ കുറിച്ച് ഒത്തിരി വിശദീകരിക്കുന്നില്ല. പൗലോസ് പറയുന്നത്, പാപം അവസരം ലഭിച്ചിട്ട് എന്നെ ചതിക്കുന്നു, എന്നെ കൊല്ലുന്നു. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കാറുണ്ട്,
പാപത്തിന് ജീവനുണ്ട് അല്ലേ? പാപത്തിന് ജീവനുണ്ട്. കാരണം എന്തുവാ? അവൻ പറഞ്ഞ ദൈവ കയ്യിലോട് പറഞ്ഞ എന്തുവാ? പ്രൈസലോട് പാപം നിന്റെ വാതിൽ കണ്ടു. അതിന്റെ ആഗ്രഹം ഈ മൈക്രോഫോണിന് ആഗ്രഹമില്ല, ഈ സ്റ്റാൻഡില്ല. കാരണം ഇതിനൊന്നും ജീവനില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ പാപത്തിന് ജീവനുണ്ട്, അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്നേ. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. അടുത്തെഴുതിയിരിക്കുന്നത്, നീ അവയെ കീഴ്പ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. എന്റെ പ്രിയരെ, വളരെ സ്നേഹത്തോടെ താഴ്മയോടെ എന്നോടും കൂടെ ഞാൻ പറയുക, പാപത്തിന്റെ ശക്തി വലുതാണ്, പാപത്തിന്റെ സ്വാധീനത വലുതാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ വഴി ദൈവപുത്രനാകുന്ന യേശുവിലേക്ക് സകല പാപം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാത്തവന് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തില്ല. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയാത്തവന് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. അപ്പോ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. അല്ലെ, ജഡത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം. ഹല്ലേലൂയ. പാപത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം. ഹല്ലേലൂയ. പിന്നെ പിശാചിനെ നമ്മൾ ജയിക്കണം, പിശാചിനെ ജയിക്കണം. നമുക്ക് പോരാട്ടമുള്ള ജനങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും നമുക്ക് പോരാട്ടമുള്ളത് കൊണ്ട് പിശാചിനെ നമ്മൾ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം, പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത രീതിയിൽ പോലും പിശാചത്തെയും നമ്മളെ തകർത്ത് കളയുവാനായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. പിശാച് നമ്മളെ തകർക്കാതിരിക്കണമെങ്കിൽ പിശാചിനെ ജയിച്ച ദൈവത്തിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. വചനം കൊണ്ട് യേശു പിശാചിനെ ജയിച്ചു. എന്റെ പ്രിയരെ, ഈ ലോകത്തിൽ പിശാചിനെ ജയിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക, യേശു ക്രിസ്തുവുമായിട്ട് ബന്ധത്തിൽ നിൽക്കുക, യേശു ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുക. കാരണം യേശു മാത്രമേ ലോകത്തെയും പിശാചിനെ ജഡത്തെയും ജയിച്ചുള്ളൂ. അപ്പോ ഒന്നാമത്തെ ചിന്ത, ഞാൻ മുന്നോട്ട് കടന്നു പോകാം വേഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മടങ്ങി വരവാൻ നമ്മളെ ചേർക്കാനായിട്ട് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത് നിത്യജീവനാണ്, എറ്റേണൽ ലൈഫ്, അവസാനമില്ലാത്ത ഒരു നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? അതുകൂടെ പറഞ്ഞ ഭാഗം വിട്ട് മുന്നോട്ട് പെട്ടെന്ന് അർത്ഥം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. യോഹന്നാൻ 17:3 എഴുതിയിരിക്കുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച പുത്രനെ അറിയണം. അത് തന്നെ വിശദീകരിക്കാൻ ഒത്തിരി സമയം എടുക്കും. യേശുവിനെ അറിയണം നമ്മൾ. ആർക്കാ യേശുവിനെ അറിയാത്തല്ലേ? ഹല്ലേലൂയ. പോരാ. ജാതികൾ അറിയുന്നത് പോലെ അല്ല യേശുവിനെ അറിയേണ്ടത്, യേശുവിനെ അറിയേണ്ടുമെന്ന് അറിയണം. പൗലോസിന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? എനിക്ക് അവന് അറിയണം, അവന് പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. സ്വോത്രം, 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 സ്വോത്രം. അവന്റെ കഷ്ടാനുഭവങ്ങളോട് എനിക്ക് കൂട്ടാളിയാകണം. ഹല്ലേലൂയ. യേശുവിനെ അറിയണം. ഫിലിപ്പിയർ 3:14 പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറക്കുന്നു. എന്റെ ഭാഷയെ പറഞ്ഞാൽ മുമ്പിലുള്ളതിനെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ്, മൊബൈൽ ഭാഷയെ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്നു. എന്തിനാ? സ്വോത്രം, ക്രിസ്തുവിനെ കുറിച്ചുള്ളത് കേട്ടാൽ. ഹലോ, സ്വോത്രം. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷേ ആവേശോത്രം അതിനെല്ലാം ഡിലീറ്റ് ചെയ്ത് പിമ്പിലുള്ളതിനെ മറക്കുക. എന്തിനാ? മുമ്പിലുള്ള ക്രിസ്തുവിനെ അറിയാൻ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളെ അറിയും നടക്കാൻ ആഗ്രഹിച്ചു. ഇനി മൂന്നാമത്തത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. അവേ, പ്രൈസ് ദി ലോർഡ്. അത് വിശദീകരിക്കാൻ ഒത്തിരി സമയം എടുക്കുമെങ്കിലും ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർ ലേഖനം 4:30 വാക്യം വായിച്ചു. എഫെസ്യർ ലേഖനം 4:30 പെട്ടെന്ന് വായിച്ചു. എഫെസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാലുള്ള ദോഷം അറിയണോ? ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-ാമത്തെ വാക്യം. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് താൻ തന്നെ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് പോരാടി. യെശയ്യാ 63:10. യെശയ്യാ 63:10. എന്നാൽ അവർ മത്സരിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവിനെ എങ്ങനെയാ ദുഃഖിപ്പിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാം. എഫെസ്യർ 4-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചു. 25-ാമത്തെ വാക്യം. ആകയാൽ
ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് എങ്ങനെയാ ദുഃഖിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരും ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. നമ്മൾ ആഭരണം നമ്മൾ ഉപേക്ഷിച്ചു അല്ലേ, പക്ഷെ ഭോഷ്ക് ഉപേക്ഷിച്ചോ? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആരും കളിയാക്കാനല്ല, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ. ക്രൈസ്തവരോട് ഈ സമയം ആശീർവാദം പറയുന്നതിന് മുമ്പേ കർത്താവ് വന്ന ഞാൻ എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൈവക്കി. നല്ല ഹല്ലേലൂയ. ആത്തട്ടെ, ഈ കൈവക്കി ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെന്ന് കൈവക്കി. ഒത്തിരി പേരും ഇനി കൈതാത്തത് ഈ കൈവക്കി അവര് കള്ളം പറയാത്തവർക്ക് പോയി കൈവക്കി. രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഹല്ലേലൂയ. വലിയ പാപമാണ്. സമയമില്ല, അതുകൊണ്ട് ഞാൻ കമ്പി വാദ്യത്തിൽ പറഞ്ഞു പോകാം. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ 8-ാമത്തെ വാക്യം വെച്ച് എന്നാൽ പേടിക്കുന്ന വിശ്വാസികൾ വായിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ സമയം വായിച്ചു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ന്റെ 8-ാമത്തെ വാക്യം എന്നാൽ ഭീരുക്കള വിശ്വാസികൾ, അർഹപ്പെട്ടവർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ശൂദ്രന്മാർ എന്നിവർക്കും. ഹല്ലേലൂയ. എന്നാൽ ഭീരുക്കള വിശ്വാസികൾ, ബിംബാരാധികൾ, ശൂദ്രക്കാർ എന്നവിടെ സ്റ്റോപ്പ് ചെയ്ത് എന്നിവർക്കും എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പറയുന്ന ഏവർക്കും ഓഹരി തീയും കന്തോ പോയിട്ട് അത് രണ്ടാമത്തെ മരണം. അപ്പോ പോസ്റ്റ് പറയുക എന്നുള്ളത് വിഗ്രഹാരാധനേക്കാൾ വലിയ പാപമാണ്. ഇനി 22-ന്റെ 21-ന്റെ തന്നെ 27-ാമത്തെ വാക്യം വെച്ച് 21-ാമത്തെ 27-ാമത്തെ വാക്യം വെച്ച് അല്ലാതെ അശുദ്ധമായ യാതൊന്നും പോസ്റ്റ് പ്രവർത്തിക്കുന്നവർ അത് കിടക്കത്തില്ല. ഇനി 22-ന്റെ 15 വായിച്ച് 22-ന്റെ 15 പോസ്റ്റിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരേവരും പുറത്തു തന്നെ. അപ്പൊ ഞാൻ ഈ ഭാഗം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ പോസ്റ്റ് ഇത്ര വലിയ പാപമാകാനുള്ള കാരണം എന്താ? പോസ്റ്റ് അല്ലെ, മറ്റു പാപങ്ങളെക്കാളും വലിയ വലിയ പാപമായിട്ടാണ് പോസ്റ്റിനെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ കർത്താവ് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ ദൈവം ആരാ? നമ്മൾ നേരത്തെ വായിച്ചു 1 യോഹന്നാൻ 17-3 ഏക സത്യ ദൈവമായ നീ. അപ്പൊ ദൈവം ആരാണ്? ഏക സത്യ ദൈവം. ഇനി കർത്താവ് ആരാ? ക്രൈസ്തവരോട് ഞാൻ തന്നെ വഴി സത്യം. ഇനി പരിശുദ്ധാത്മാവ് ആരാ? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിൽ. ഇനി വചനം എന്തുവാ? 1 യോഹന്നാൻ 17-17 സത്യത്താൽ നിങ്ങളെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാണ്. അപ്പൊ പിതാവായ ദൈവം സത്യമാണ്, പുത്രനായ ദൈവം സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യമാണ്, വചനമായ ദൈവവും സത്യമാണ്. അപ്പം പോസ്റ്റ് പറയുന്നവൻ ഈ 4 കൂട്ടർക്കും എതിരായി പറയുന്നു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്വന്തം ചെയ്തേ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പ്രസംഗമല്ലേ? സ്വന്തം പോസ്റ്റ് നമ്മൾ ഉപേക്ഷിക്കണം. കമ്മലുമാരെ മാത്രം മാറ്റിയത് കൊണ്ട് സ്വന്തത്തിൽ പോകണമെന്നില്ല. പോസ്റ്റ് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. സത്യവാനായ ദൈവത്തോടൊപ്പം ഇരിക്കണമെങ്കിൽ അസത്യത്തിൽ ജീവിക്കുന്നവന് കഴിയത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ. പിശാചാരാ? പിശാചി പോസ്റ്റ് പറയുന്നവരും അവന്റെ അപ്പനുമാണ്. അപ്പൊ കള്ളം പറയുന്നവർ പിശാചിന്റെ ആരാ? മക്കളാ. നിങ്ങൾ മക്കളാ? നിങ്ങളെന്താ പറഞ്ഞു മാത്രം? ഇനി ഞാൻ നിങ്ങളെ പിശാചിന്റെ മക്കളെന്ന് പറയാം. ഈ രാത്രിയുള്ള ഇന്നത്തെ മെസ്സേജിൽ കള്ളം പറയാതെങ്കിലും നമ്മൾ കള്ളം പറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. സ്വന്തം ചെയ്യാമോ? ഞാൻ വാക്കുകൾ നിർത്തട്ടെ. അവന്റെ സ്വസ്ഥയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിപ്പുണ്ട്. സ്വത്രം. നിങ്ങൾ തമാശ രൂപത്തിൽ നിന്ന് എടുക്കരുത് പ്രിയരെ. കർത്താവിന്റെ വരവ് തള്ളപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഒരു ഷർട്ട് വാങ്ങിച്ച് അത് തുള്ളത്തില്ലെങ്കിൽ വേറെ വാങ്ങിക്കാം. ഒരു ബസ് പോയാൽ വേറെ ബസ് കിട്ടും. ഒരു ട്രെയിൻ മിസ്സായാൽ വേറെ ട്രെയിൻ കിട്ടും. യേശുവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോയാൽ പിന്നെ ഒരു സാധ്യതയില്ല, പിന്നെ ഒരു ചാൻസ് ഇല്ല. യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സമയം ദൈവാസം നന്ദി അറിയിക്കുന്നു.